നമുക്ക് വേണ്ടി മരണം കൈക്കൊള്ളുവാൻ ഒരുങ്ങിയപ്പോൾ സ്തോത്രം ചെയ്തുകൊണ്ട് തൻ്റെ തിരുക്കരങ്ങളിൽ അപ്പം താൻ കൈക്കൊണ്ടു വാഴ്ത്തി കൂദാശ ചെയ്തു തൻ്റെ പരിശുദ്ധ ശ്രീയന്മാർക്ക് നൽകി അവരോട് നിങ്ങൾ ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിപ്പീൻ. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടിയും നുറുങ്ങപ്പെടുകയും പാപങ്ങളുടെ മോചനത്തിനും നിത്യനുമായിട്ട് നൽകപ്പെടുകയും ചെയ്യുന്ന എൻ്റെ ശരീരം ഇതാകുന്നു എന്ന് ഞാൻ കൽപ്പിച്ചരുളി ചെയ്തു. വലഹായ ദലഓലം അപ്രകാരം തന്നെ സ്തോത്രം ചെയ്തുകൊണ്ട് തൻ്റെ തിരുക്കരങ്ങളിൽ കാസായെയും താൻ കൈക്കൊണ്ടു. ചെയ്തു തൻ്റെ പരിശുദ്ധ ശിഷ്യന്മാർക്ക് നൽകി അവരോട് നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുകയും എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ചിന്തപ്പെടുകയും പാപങ്ങളുടെ മോചനത്തിനും നിത്യനുമായിട്ട് നൽകപ്പെടുകയും ചെയ്യുന്ന എൻ്റെ രക്തം ഇതാകുന്നു എന്ന് ഞാൻ കൽപ്പിച്ചരുളി ചെയ്തു. വരായേ ദല ഓലം ഞങ്ങളുടെ കർത്താവേ സൂക്ഷിക്കാം. ഞങ്ങൾ ഭക്ഷിച്ചാൽ നിന്റെ തിരുശരീരവും ഞങ്ങൾ പാനം ചെയ്താൽ പുണ്യപ്പെടുത്തുന്ന നിന്റെ തിരുരക്തവും ഞങ്ങൾ വിശ്വസിക്കും പ്രതികാരത്തിനുമായി തീരരുതേ. എന്നാലും ഞങ്ങളുടെ ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ഞങ്ങളെല്ലാവരുടെയും മേൽ അനുഗ്രഹിക്കണമേ. പെസഹ പെരുന്നാളിൻ്റെ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പുറപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനെ ഭക്ഷിക്കുമ്പോൾ നിങ്ങളുടെ മകനോ മകളോ നിങ്ങളോട് ചോദിക്കും, അപ്പ എന്താണ് ഈ പുളിപ്പില്ലാത്ത അപ്പം കയ്പ് ചീരയോടുകൂടെ കുഞ്ഞാടിൻ്റെ മാംസവുമായി ഭക്ഷിക്കുന്നതിൻ്റെ അർത്ഥം? നമ്മളുടെ പൂർവികർ മിസ്രൈമിലായിരുന്നു, അടിമത്തത്തിലായിരുന്നു. അവിടെ നിന്ന് വലിയവനായ ദൈവം നമ്മളുടെ പിതാക്കന്മാരെ വിടുവിച്ച് വാഗ്ദത്തത്തിൻ്റെ അനുഭവം കനാനിലേക്ക് നമ്മളെ കൊണ്ടുവന്നു. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന സൗഭാഗ്യവും ഇന്ന് നിങ്ങൾ രുചിക്കുന്ന ഈ പുതിയ അനുകൂല സാഹചര്യവും എല്ലാം നമുക്ക് ഒരുക്കി തന്നത് ഈ വീണ്ടെടുപ്പിൻ്റെ ഫലമായാണ്. മിസ്രൈമിലെ അടിമത്തത്തിൽ നിന്നും കനാനിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് ദൈവമാണ് നിങ്ങളെ കൈപിടിച്ച് നടത്തിയത്. അതുകൊണ്ട് ഇന്നുള്ള എല്ലാ നന്മകളും ദൈവത്തിൻ്റെ ദാനമാണ്. ആ ദൈവത്തെ നമ്മളൊന്ന് ഓർക്കുകയാണ്. ആ ദൈവം ഇന്നും നമ്മളുടെ മധ്യേ ജീവിക്കുന്നുവെന്ന് രുചിച്ചറിയുകയാണ് ഈ അനുഷ്ഠാനത്തിലൂടെ എന്ന് നിങ്ങളുടെ മക്കളെ പ്രബോധിപ്പിക്കണം എന്ന് പറയുകയായി. ഇതൊരു വലിയ കാര്യം നമ്മളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നുണ്ട്. അതായത് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം, കർത്താവ് നിന്റെ വീണ്ടെടുപ്പുകാരനാണെന്നുള്ള ആ ബോധ്യം നമ്മുടെ യുക്തിപരമായി നമ്മൾ താർക്കികതയിൽ സ്വീകരിക്കുന്ന ഒരു ബോധ്യമല്ല. പിന്നെയോ വിശ്വസിക്കുന്ന ഒരു തലമുറ ആ വിശ്വാസത്തിലൂടെ കർത്താവിൻ്റെ വീണ്ടെടുപ്പിൻ്റെ അനുഭവം പങ്കിട്ട ഒരു സഭ, ഒരു തലമുറ
ഇളം തലമുറയിലേക്ക് പകർന്നു കൊടുക്കുന്ന ഒരു വലിയ വിശ്വാസമാണ്. ഇതും പെസഹായുടെ ഒരു വലിയ അർത്ഥമായി, ഒരു വലിയ ദൗത്യമായി നമ്മൾ സ്വീകരിക്കേണ്ടതും ആവശ്യമാണ്. പെസഹ ഒരു കുടുംബത്തിൻ്റെ ആഘോഷമാണ്, ഒരു കുടുംബത്തിൻ്റെ പെരുന്നാളാണ്. പല കുടുംബങ്ങളുടെ സംഗമമാണ് ദേവാലയത്തിൽ നടക്കുന്നത്. കർത്തൃമേശയ്ക്ക് ചുറ്റും ഒന്നിച്ചുകൂടുന്ന ഒരു വലിയ തിരുക്കുടുംബം. ആ കുടുംബം ഒന്നിച്ച് കർത്താവിൻ്റെ മേശയിൽ നിന്ന് പണ്ഡിതനെന്നോ പാമരനെന്നോ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ യാതൊരു തരഭേദവും കൂടാതെ ഒന്നിച്ച് കർത്താവിൻ്റെ ശരീശരീ രക്തങ്ങൾ അനുഭവിക്കുന്നു. ഇന്ന് ആ ഒരു ആത്മാവും ആ ഒരു അനുഭവവും ഉണ്ടാകുവാൻ ഈ പെസഹായുടെ ആഘോഷം നമുക്ക് സഹായിക്കണം. പെസഹ പെരുന്നാളിനോട് ചേർന്ന് പെസഹ വ്യാഴാഴ്ച ദിവസം ഓർത്തഡോക്സ് സഭയുടെ പാരമ്പര്യപ്രകാരം ഒരു മെത്രാപ്പോലീത്ത ഈ വിശുദ്ധവാരത്തിൻ്റെ ആഘോഷങ്ങൾക്ക്, പെരുന്നാളുകൾക്ക്, അനുഷ്ഠാനങ്ങൾക്ക് പ്രധാന കാർമ്മികനായി സന്നിഹിതനാകുന്ന പക്ഷം കാൽകഴുകൽ ശുശ്രൂഷ നടത്തിയിരിക്കണം. കാൽകഴുകൽ ശുശ്രൂഷയുടെ പ്രധാനപ്പെട്ട പൊരുൾ കർത്താവിൻ്റെ കഷ്ടാനുഭവത്തിൽ, ക്രൂശാരോഹണത്തിൽ, പുനരുദ്ധാനത്തിൽ കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ പങ്കുകാരാകണമെന്ന് നാം ആഗ്രഹിക്കുന്നു. അതിലേക്ക് നമ്മൾ ഒരുങ്ങുന്നു എങ്കിൽ കർത്താവ് നമ്മളുടെ കാലുകളെ കഴുകണം. അതൊരു പ്രധാനപ്പെട്ട ആശയമാണ്. കർത്താവ് നിന്നെ കഴുകണം. അപ്പോൾ നീ വിശുദ്ധിയുള്ളവനായി തീരും. അത്താഴം കഴിഞ്ഞ് എഴുന്നേറ്റും തന്റെ മേൽവസ്ത്രങ്ങളെ മാറ്റിയിട്ടു ഒരു എടുത്ത് അരയിൽ ചുറ്റി അതിനുശേഷം പാത്രത്തിൽ വെള്ളം എടുത്തു മനുഷ്യന്റെ നടപടികളും കഴിയുകയും നിന്റെ കൂടെ ഞങ്ങളെല്ലാവരെയും ആത്മാവിലും സത്യത്തിലും നവീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമ്മളുടെ കാലുകളെ നമ്മൾ സമർപ്പിക്കുകയാണ്, പാദങ്ങളെ സമർപ്പിക്കുകയാണ്. നമ്മളെ തന്നെ കർത്താവിൻ്റെ സന്നിധിയിൽ തൃക്കരങ്ങളിൽ വെച്ചു കൊടുക്കുകയാണ്. അവൻ നമ്മെ കഴുകട്ടെ. കർത്താവ് പത്രോസിനോട് പറയുന്നു, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്കൊന്ന് എന്നോടുകൂടെ അത്താഴം കഴിപ്പാൻ കഴിയുകയില്ല. ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ എന്നോടുകൂടെ നിനക്ക് പങ്കില്ല എന്ന് പത്രോസിനോട് പറയുന്നത് ഇന്ന് നമ്മളോടും പറയുന്നതാണ്. കാലുകഴുകൽ ശുശ്രൂഷയുടെ സുപ്രധാനമായ ഒരർത്ഥം യേശുക്രിസ്തു ശുദ്ധീകരിക്കുന്നവനായി നമ്മളുടെ അടുക്കിലേക്ക് വരണം, അവനെ നാം സ്വീകരിക്കണം എന്നാണ്. കാലുകഴുകൽ ശുശ്രൂഷയുടെ
മറ്റൊരു പ്രധാനപ്പെട്ട തലം കർത്താവ് തന്നെ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ കാലുകളെ കഴുകുന്നെങ്കിൽ നിങ്ങൾ അന്യോന്യം ഈ കർമ്മം നിർവഹിക്കണം, ഈ ദൗത്യം നിങ്ങൾ പൂർത്തീകരിക്കണം. ഞാൻ നിങ്ങൾക്ക് ദാസരിൽ ദാസനായി കുനിഞ്ഞ് നിങ്ങളുടെ പാദങ്ങളെ കഴുകുന്നു. നിങ്ങളും നിങ്ങളുടെ അഹന്ത വിട്ട് നിങ്ങളുടെ വമ്പും കൊമ്പും നമിച്ച് അത് ദൈവതിരുസന്നിധിയിൽ കുനിച്ച് നമ്മുടെ സഹോദരൻ്റെ കാലുകൾ കഴുകുവാൻ നാം തയ്യാറാവണം. അവിടെ നമ്മൾ കുനിയണം. നമ്മളുടെ അഹന്തയുടെ മുന അവിടെ ഒടിയണം. ഇതൊരു വലിയ ദൂതാണ് നമ്മളുടെ ജീവിതത്തിൽ നൽകുന്നത്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലേക്ക്, ക്രൂശാരോഹണ പെരുന്നാളിലേക്ക് സംബന്ധിക്കുന്നതിന്, കർത്താവിൻ്റെ തിരുശരീരങ്ങൾ അനുഭവിക്കുന്നതിന് ഒരുങ്ങുന്നതിന് മുൻപ് നാം നമ്മളെ തന്നെ ശുദ്ധീകരിക്കപ്പെടേണ്ടതിന് കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചു. ഞങ്ങൾക്കായി നീ ഏറ്റൊരു പീഡ താഴ്ചകളേറ്റം ധന്യം നാഥ. ദുഃഖവെള്ളിയാഴ്ച ശുശ്രൂഷകളെ സംബന്ധിച്ച് നാം ഏറെ പറയുന്നുണ്ടല്ലോ. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മളുടെ ആരാധനയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അത് രക്ഷാകരമായ വെള്ളിയാഴ്ചയെന്നും വലിയ വെള്ളിയാഴ്ചയെന്നുമാണ് എന്ന് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇംഗ്ലീഷിൽ നല്ല വെള്ളിയാഴ്ച, ഗുഡ് ഫ്രൈഡേ, മലയാളത്തിൽ ദുഃഖ വെള്ളിയാഴ്ച. എന്നാൽ നമ്മളുടെ പാരമ്പര്യപ്രകാരം ഇത് വലിയ വെള്ളിയാഴ്ചയാണ്, രക്ഷാകരമായ വെള്ളിയാഴ്ചയാണ്, അങ്ങനെയാണ് സഭ വിളിക്കുന്നത് എന്ന് ആമുഖമായി പറയട്ടെ. രണ്ടാമതായി, ഈ വലിയ വെള്ളിയാഴ്ച പുനരുദ്ധാന പെരുന്നാളിൻ്റെ ഒരു ഒരുക്ക ദിനമായി നാം കാണേണ്ടതാണ്. പൗരസ്ത്യ സഭകളുടെ പാരമ്പര്യപ്രകാരം പുനരുദ്ധാന പെരുന്നാളാണ് ഈ വിശുദ്ധ വെള്ളിയാഴ്ചയുടെ ആദരണത്തെക്കാൾ ഏറെ പ്രാധാന്യം കൊടുത്ത് സഭകൾ ആഘോഷിക്കുന്നത്. എന്തുകൊണ്ടോ നമ്മളുടെ മലയാളക്കരയിൽ പുനരുദ്ധാന പെരുന്നാളിനേക്കാൾ, ഉയർപ്പ് പെരുന്നാളിനേക്കാൾ ഏറെ പ്രാധാന്യം ദുഃഖവെള്ളിയാഴ്ചയ്ക്ക്, ഈ വിശുദ്ധ വെള്ളിയാഴ്ചയുടെ ആചരണത്തിന് നൽകി കാണുന്നു. അത് തിരുത്തപ്പെടേണ്ടതല്ലേ എന്ന ഒരു ചിന്ത കൂടെ രണ്ടാമതായി ആമുഖമെന്നുള്ള നിലയിൽ മുമ്പിൽ വയ്ക്കുന്നു. ദുഃഖവെള്ളിയാഴ്ചയുടെ, ഈ വിശുദ്ധ വെള്ളിയാഴ്ചയുടെ, വലിയ വെള്ളിയാഴ്ചയുടെ സുപ്രധാനമായ ദൂത് ഒരു വാചകത്തിൽ, ഒരു തലക്കെട്ടായി നമുക്ക് ഇങ്ങനെ പറയാൻ സാധിക്കും: ഇറ്റ് ഈസ് എ ഫെസ്റ്റിവൽ ഓഫ് ലവ്. സ്നേഹത്തിൻ്റെ പെരുന്നാളാണ്, സ്നേഹത്തിൻ്റെ ആഘോഷമാണ്. അങ്ങനെയാണ് ഞാൻ അതിനെ സങ്കല്പിക്കുന്നത്. അത് കുറച്ചുകൂടെ ഒന്ന് വിശദമാക്കുന്ന പക്ഷം, എവിടെ സ്നേഹമുണ്ടോ ആ സ്നേഹം ആത്മാർത്ഥമെങ്കിൽ, നിഷ്കളങ്കമെങ്കിൽ, പൂർണ്ണമായ സമർപ്പണം ഉള്ളതാണെങ്കിൽ അത് പരിത്യാഗത്തിലൂടെ ഉള്ള സ്നേഹമായിരിക്കും. ഒരു പറവയെ നോക്കൂ. കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നതിൻ്റെ മുന്നോടിയായി മുട്ടയിടുന്നതിന്, കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നതിന്, അത് ഒരുങ്ങുന്നതിന് മുമ്പ് തന്നെ അതിനുള്ള സംവിധാനം ഒരുക്കുകയായി. മുട്ടയിടുന്ന തള്ളപ്പക്ഷി അതിൻ്റെ ഇണയോട് ചേർന്ന് കൂടുണ്ടാക്കി ത്യാഗത്തിലാണ് ആ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നത്. ഒരമ്മ ഒരു കുഞ്ഞിനെ ജന്മം നൽകുന്നതിൻ്റെ പിമ്പിലുള്ള ത്യാഗത്തെ സംബന്ധിച്ച് ഏറെ വിവരിക്കേണ്ടതില്ലല്ലോ. സ്നേഹം പരിത്യാഗത്തിലാണ് ആവിർഭവിക്കുന്നത്, പരിത്യാഗത്തിൽ കുതിർന്ന സ്നേഹം. ഇതോട് ചേർന്ന് ഈ വലിയ വെള്ളിയാഴ്ചയുടെ പ്രാധാന്യം നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ സ്നേഹത്തിന് യുക്തിയുടെ താർക്കികതയൊന്നുമില്ല. സ്നേഹത്തിന് പരിധിയില്ല.
സ്നേഹത്തിന് കലവറയില്ല, കലവറ കൂടാത്ത സ്നേഹമാണ്, ഒട്ടും നീക്കിവെക്കാത്ത സ്നേഹം. യുക്തിയുടെ താർക്കികത ഒട്ടും അതിലടങ്ങുന്നില്ല. യുക്തിപരമായി തർക്കിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ എത്ര കണ്ടു കൊടുക്കാം, എത്ര കണ്ടു ത്യജിക്കാം, എത്ര കണ്ട് സമർപ്പിക്കാം എന്നൊക്കെ കണക്ക് കൂട്ടും, വിലപേശും, യുക്തി കൊണ്ട് ചിന്തിക്കും, തർക്കിച്ച് ആലോചിക്കും. എന്നാൽ യുക്തിയെ അതിശയിക്കുന്ന സ്നേഹത്തിൻ്റെ പെരുന്നാൾ കൂടെയാണ് ഈ വലിയ വെള്ളിയാഴ്ചയുടെ പെരുന്നാൾ എന്നും നാം മനസ്സിലാക്കുക. യേശുക്രിസ്തു ക്രൂശിലേക്ക് നടന്നു നീങ്ങുമ്പോൾ ഈ യുക്തിപരമായ ചിന്തകൾ കൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ക്രൂശിന് തടസ്സമായി അനേകർ വരുന്നതായും അനേക പ്രലോഭനങ്ങൾ ഉണ്ടാകുന്നതായും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ശിഷ്യന്മാർ തന്നെ ചോദിക്കുന്നു, ഗുരു, അവിടുന്ന് എന്താണ് പറയുന്നത്? അവിടുന്ന് എവിടേക്കാണ് പോകുന്നത്? അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് കർത്താവ് ക്രൂശിലേക്ക് നടന്നു നീങ്ങുന്നത് നമുക്ക് കാണാൻ സാധിക്കും.